സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഒന്ന് മയങ്ങിപ്പോയി സൈറ. ഉറങ്ങരുതെന്ന് വിചാരിച്ചാണ് കിടന്നത്. പക്ഷേ ഉറങ്ങിപ്പോയി. ഞെട്ടി എഴുന്നേറ്റപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞിരുന്നു. ക്ലോക്കിൽ സമയം നോക്കി. സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾ മെല്ലെ മുൻവാതിൽ തുറന്ന് ഉമ്മറത്തേക്ക് ചെന്നു. ഉമ്മറത്തെ കസേരയിൽ പത്രം ഇരിപ്പുണ്ട്. അവൾ പത്രമെടുത്ത് കസേരയിലിരുന്ന് മറിച്ചു നോക്കി. അവൾ പത്രത്തിലെ എല്ലാ പേജുകളും ഒന്നോടിച്ചു നോക്കി. പെടുന്നനെ അവളുടെ കണ്ണുകൾ ഒരു പേജിലെ കള്ളിയിലെ വലിയ അക്ഷരത്തിലൊടുക്കി. ലവണതൈലം, വയർ കുറക്കാൻ ലവണതൈലം. പത്രത്തിലെ വലിയ അക്ഷരത്തിൽ കുറിച്ച ആ പേര് വായിച്ചതും അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. പെടുന്നനെ അവളുടെ കൺമുന്നിലൂടെ പല ചിത്രങ്ങളും തെന്നിമാറി. ആ ചിത്രങ്ങൾ ഓർമ്മയിൽ തങ്ങവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. 2 കണ്ണുകളും നനഞ്ഞ് നീരുറവകൾ പൊട്ടിയൊഴുകവേ അവളുടെ മനസ്സും കണ്ണും കഴിഞ്ഞുപോയ വർഷങ്ങളിലേക്ക് കുതിച്ചോടി. പെരുമഴക്കാലം പൂത്തുലയുന്നൊരു ദിവസം. കോരിച്ചെരിയുന്ന മഴ, ഇരുൾ പൊട്ടുന്നതുപോലെയുള്ള ഇടിമിന്നലുകൾ. കുട ചൂടിയിട്ടും ഫാസില വല്ലാതെ നനഞ്ഞു. അവൾ ഓടുന്ന വേഗതയിൽ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി നിന്നു. കയ്യിലെ വാച്ചിൽ സമയം നോക്കി. അവൾക്ക് പോവേണ്ട ബസ് വരാൻ ഇനിയും 10 മിനിറ്റുണ്ട്. ഇടിയും മഴയും കണ്ട് ഉമ്മയും വാപ്പയും ഒരുപാട് പറഞ്ഞതാണ് അവളോട് ഇന്ന് കോളേജിൽ പോവേണ്ടെന്ന്. ഫാസില പക്ഷേ അത് കേട്ടില്ല. അതിന് അവൾക്ക് പറയാൻ ന്യായവുമുണ്ട്. നഴ്സിംഗ് ക്ലാസ്സിൽ ചേർന്ന ആദ്യത്തെ ക്ലാസ് പരീക്ഷയാണ് ഇന്ന്. അവൾ പാഠങ്ങൾ ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചതാണ്. ക്ലാസ്സിലെ എല്ലാ കുട്ടികളെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങണമെന്ന വാശിയുള്ള പഠിത്തം. ഫസ്റ്റ് വാങ്ങുമെന്ന് കൂട്ടുകാരികളോട് വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അവൾ മഴയും ഇടിമിന്നലും ഒന്നും വകവെക്കാതെ പോകുന്നത്. അവൾ പിന്നെയും വാച്ചിൽ നോക്കി. ഇനിയും 5 മിനിറ്റുണ്ട് ബസ് വരാൻ. അവൾ കാത്തുനിൽപ്പിൻ്റെ മുഷിപ്പോടെ ബസ് സ്റ്റോപ്പിലുള്ളവർക്ക് നേരെ കണ്ണു പാളിച്ചു. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ ബസ് സ്റ്റോപ്പ് തിണ്ണയിൽ പത്രവും കയ്യിൽ പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്ന ഒരാളെ ശ്രദ്ധിച്ചത്. ഇതവനല്ലേ, ആ ജമാൽ? അവൾ ദൃഷ്ടിയെടുക്കാതെ അവനെ തന്നെ നോക്കി. ഇവനല്ലായിരുന്നോ ഗൾഫിൽ പോയത്? 6 മാസം പോലും ആയിട്ടില്ലല്ലോ പോയിട്ട്. ഇത്ര വേഗം ഇവൻ വന്നോ? അല്ലെങ്കിൽ അവൻ പോയിട്ടില്ലായിരുന്നോ? ഗൾഫിൽ പോവാന്ന് കള്ളം പറഞ്ഞതായിരുന്നു അവൻ. അവളുടെ ചിന്തയോടെയുള്ള നോട്ടം കണ്ട് ജമാൽ പുഞ്ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു വന്നു. എന്നെ മനസ്സിലാവാനിട്ടാണോ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഞാൻ നീ അറിയുന്ന ആൾ തന്നെയാ. പേര് ജമാൽ. ഫാസില അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളല്ലായിരുന്നോ ഗൾഫിൽ പോയേ? അതെ, ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ എപ്പോൾ വന്നു? മിനിയാന്ന്. എന്തേ വേഗം വന്ന്? അറബി ഓടിച്ചതാണോ? അവൾ ചോദിച്ചു. ജമാൽ ഒന്ന് ചിരിച്ചു. അയ്യേ, അങ്ങനെ ഒരിക്കലും സംഭവിക്കൂലല്ലോ. ഈ സുമുക്കനും സുന്ദരനുമായ നമ്മളെ ഓടിക്കാൻ അറബിക്ക് മനസ്സ് വരുമോ? അതൊരിക്കലുമില്ല, അവൻ പറഞ്ഞു. അത് ശരിയാ, അവളും ഒപ്പം പറഞ്ഞു ചിരിച്ചു. ഗൾഫിൽ പോയാൽ എല്ലാവരും 1-2 വർഷമൊക്കെ നിൽക്കലാ പതിവ്. നിങ്ങളെന്താ വേഗം ഇങ്ങ് പോകുന്നത്? അവൾ ചോദിച്ചു. അവൻ അവളുടെ മുഖത്തേക്കുറ്റു നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, സത്യത്തിൽ നിന്നെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ.